പുതുതായിട്ട് വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരോ നിലവിൽ വീട് പണിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. ഒരുപാട് ഐഡിയാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസുകൾ കിട്ടും. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് 9 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു കിഡിലൻ പുതിയ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീടാണ്, പുതിയ വീടാണ്, താമസിക്കാത്ത പുതിയ ന്യൂ ഹോമാണ്. 2500 സ്ക്വയർ ഫീറ്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 5 ബെഡ്റൂം വരുന്നുണ്ട്. ഇതിൽ ചുറ്റുഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ട്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. നല്ല വലിയ സൈസിൽ മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മെയിൻ ഗേറ്റ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് നല്ല ഷോ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ പടിപ്പുര രീതിയിലുള്ള നല്ല ഷോ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു വീട് ഇതും വിൽപ്പനയ്ക്കുള്ളതാണ്. 6 സെന്റ് സ്ഥലത്ത് 4 ബെഡ്റൂം ഉള്ളൊരു വീടാണ്. അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മുറ്റം മുഴുവനായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് നല്ല ഇന്റർലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷൻ പുതിയ മോഡൽ ബോക്സ് ടൈപ്പ് എലിവേഷനാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗം മതിലിനോട് ചാരി ഇതുപോലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ ഭാഗത്തായിട്ടൊരു നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വീടിന്റെ കാർ പോർച്ച് കവേർഡ് രീതിയിലുള്ള കാർ പോർച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗം മുറ്റത്ത് 2-3 വണ്ടികൾക്ക് വേറെയും പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രണ്ടേജ് ഉണ്ട്, മുറ്റുണ്ട്. ഇനി വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഫസ്റ്റ് സിറ്റ് ഔട്ടിന്റെ 2 ഭാഗവും ഇതുപോലെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സിറ്റിംഗ് ഏരിയ മുകൾ ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണിത്. നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു മനസ്സിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയാണ് ഫ്രണ്ട് ഭാഗം. ഇതാണ് മെയിൻ ഡോറ്. ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള മെയിൻ ഡോറൊക്കെ വലിയ രീതിയിലുള്ള ഡോറാണ് കേട്ടോ. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അടിഭാഗത്ത് 2 ബെഡ്റൂമാണുള്ളത്. മുകൾ ഭാഗത്ത് 3 ബെഡ്റൂം. ടോട്ടലി 5 ബെഡ്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ. അതിൽ 3 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. 2 കോമൺ ബാത്റൂം വേറെയും വരുന്നുണ്ട്. റൂമുകളൊക്കെ നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. അതുപോലെ ഈ വീട്ടിൽ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ടൈലാണ്. ഇതിൻ്റെ ഫ്ലോറിംഗ് വർക്കാണ്. നല്ല വലിയ രീതിയിലുള്ള ടൈല് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസർ വെച്ചിട്ട് അപ്പോക്സി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻട്രൽ കൂടെ. സ്റ്റെയറിൻ്റെ ചവിട്ടുപടിയൊക്കെ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടർ ഉണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വാഷ് കൗണ്ടർ. ഇത് ബോക്സ് ടൈപ്പാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ചെറിയ റൂമുകളല്ല, അത്യാവശ്യം നല്ല 12-11 സൈസിലൊക്കെ വരുന്ന വലിയ ബെഡ്റൂമുകൾ തന്നെയാണ് വീട്ടിലുള്ളത്. അതിൽ വരുന്നൊരു ബാത്റൂമാണിത്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ ക്ലോസറ്റുകളൊക്കെ ഇത് കണ്ടോ, നല്ല കോസ്റ്റ്ലി ആയിട്ടും ക്ലോസറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചുടുവെള്ളത്തിന് പച്ചവെള്ളത്തിനൊക്കെ സെപ്പറേറ്റ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഷവർ എല്ലാം സ്റ്റീലിൻ്റെ, എല്ലാം നല്ല കോസ്റ്റ്ലി മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ഈ വീടുകൾ ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് ആയിട്ട് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത്. 2 ബെഡ്റൂമും ഒരേ സൈസിലാണ് വരുന്നത്. 2 ബെഡ്റൂമിലും ബാത്റൂം വരുന്നുണ്ട്. ചുമരെല്ലാം ഫുള്ള് നീറ്റ് ആട്ടോ. നല്ല മിൽക്കി വൈറ്റ്, നല്ല പ്യുർ വൈറ്റിലാണ് ഇതിൻ്റെ പെയിൻറ്റിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. അതേപോലെ തന്നെ 4 ബാത്റൂമും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈലുകളാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് ഡിസൈനിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഈ വീട്ടിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ വീട്ടിലെ കിച്ചൺ. നല്ല ഓപ്പൺ കിച്ചണാണ്. നല്ല ലൈറ്റസ്റ്റ് മോഡല്, നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിഭാഗം മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്, ഗ്രിപ്പുള്ള. മുകൾ ഭാഗം 2 സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫുണ്ട്. അതുപോലെ തന്നെ ചുറ്റും എൽ ഷേപ്പിൽ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല കവേർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇവിടെ കിച്ചൺ സിങ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സിങ്കോക്കാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറൊക്കെ ഡബിൾ ഡോർ ആയിട്ട് നല്ല തിക്നെസ് ഉള്ള നല്ല മരം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് 3 ബെഡ്റൂം വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഓരോ പാർട്ടുകളാണ് മുകൾ ഭാഗത്തുള്ളത്. ഫസ്റ്റ് കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ്. ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഈ വീട്ടിൽ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഈ ഒരു ഏരിയ. മുകൾ ഭാഗത്ത് ടഫൺ ഗ്ലാസ് വെച്ചിട്ട് അടിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ഏരിയ ആണ് ഇതൊക്കെ. ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഈ ഹാളിൽ. ഇതിലും സൈഫോണിക് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇതിൽ മുകൾ ഭാഗത്ത് 3 ബെഡ്റൂം, അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത് കൂടാണ്ട് 2 ബെഡ്റൂം വേറെയും. അങ്ങനെ ടോട്ടലി വീട്ടിൽ 5 ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂമുകളിലെ ചുമരിലൊക്കെ അലമാരയ്ക്ക് ഇതുപോലെ പോയിന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാർഡ്രോബ് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. ഇതാണ് മുകളിലത്തെ മറ്റൊരു ബെഡ്റൂം. എല്ലാത്തിനും 3 കള്ളി വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ. നല്ല വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള 3 കള്ളിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ബെഡ്റൂം. ഇങ്ങനെ 5 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, 2 കോമൺ ബാത്റൂം. ഇനി മുകൾ ഭാഗത്തുള്ള ബാൽക്കണി സിറ്റ് ഔട്ടാണിത്. നല്ല ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ടൈല് ഒരേ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ ഒഴികെയുള്ള എല്ലാ ഭാഗത്തും ഒരേ രീതിയിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള ഒരു വ്യൂ ആണിത്. അടുത്തൊക്കെ വീടുകളുണ്ട്. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ. വെള്ളത്തിന് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ ആണ്. വീടിൻ്റെ പിൻഭാഗം ഒന്ന് കാണിച്ചു തരാം. നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതിന് നിലവിൽ തെങ്ങുകളോ ഇതൊന്നും വെച്ചിട്ടില്ല. നല്ല ചെറിയ ആഴത്തിൽ നല്ലൊരു കിണറുണ്ട് ഇവിടെ. ഇവിടെ നിലവിൽ താമസക്കാരില്ലാത്തതുകൊണ്ട് കുറച്ച് ഭാഗം കാടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെടികൾ വെക്കാനുള്ളൊരു ഏരിയ കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ആഴത്തിൽ നല്ലൊരു കിണറാണെന്നുണ്ടാവും. ബക്കറ്റ് എടുത്തിട്ട് കൈ കൊണ്ട് മുക്കി കോരാവുന്ന രീതിയിലുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കിണർ. അപ്പം ഇത്രയാണ് ഈ വീടിൻ്റെ ഒരു കാഴ്ചകൾ. 9 സെന്റ് സ്ഥലത്തെ 2500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പുതിയ കിഡിലൻ വീട്. നല്ല സുലഭമായിട്ട് വെള്ളമൊക്കെ കിട്ടുന്ന നല്ല എലിവേഷനോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള A to Z വർക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട്. മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വീട്ടിലേക്കുള്ളത്. തടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മഞ്ചേരിയിൽ നിന്ന് പാണ്ടിക്കാട് റൂട്ടിൽ ഏകദേശം 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചുറ്റും നിരവധി അയൽവാസികളൊക്കെ ഉണ്ട്. നല്ല വെള്ളമൊക്കെയുള്ള നല്ലൊരു സൂപ്പർ വീട്. അപ്പോൾ ഈ ഒരു 9 സെന്റ് സ്ഥലത്തിനും നിങ്ങൾ ഈ കണ്ട വീടിനും അവർ ഉദ്ദേശിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. 70 lakh rupees. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് പരസ്യം ചെയ്യാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.